പത്മജയെ കളത്തിലിറക്കിയാൽ സുരേഷ് ഗോപിയാകും. കുലംകുത്തി കെ പത്മജയെ തൃശൂരിലിറക്കിയാൽ കോൺഗ്രസിന് പണി എളുപ്പമാകുമെന്ന് കെ മുരളീധരൻ പറഞ്ഞത് വളരെ ശരിയാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ മുരളീധരൻ വൻഭൂരിപക്ഷത്തിൽ ജയിക്കും. സംശയമുണ്ടെങ്കിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. ശരിക്കും ആരാണ് പത്മജ? അവരുടെ ഐഡന്റിറ്റി എന്താണ്? കെ കരുണാകരന്റെ ബീജത്തിൽ നിന്നുമുണ്ടായ ഒരു സ്ത്രീ എന്നതല്ലാതെ അവർക്ക് മറ്റെന്തെങ്കിലും ഒരു ഐഡന്റിറ്റി ഉണ്ടോ? ഇല്ല. പിന്നെ അപ്പൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നത് കൊണ്ട് ഒരു ഡോക്ടർ ഭർത്താവിനെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. രാഷ്ട്രീയത്തിൽ അവർ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കെ കരുണാകരന്റെ ബീജത്തിന്റെ വില കൊണ്ട് മാത്രമാണ്. അല്ലാതെ അവർ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടില്ല, സമരങ്ങളിൽ പങ്കെടുത്തിട്ടില്ല, ലാത്തിച്ചാർജിൽ അടികൊണ്ടിട്ടില്ല, ജയിലിൽ കിടന്നിട്ടില്ല, ഒരു പെറ്റി കേസ് പോലും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിൽ ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും അവർ അർഹിക്കാത്ത പല പദവികളും പാർട്ടി അവർക്ക് നൽകുകയുണ്ടായി. 1996 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയിൽ അംഗമായ പത്മജ വേണുഗോപാൽ 2001 കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർപേഴ്സൺ ആയിട്ടാണ് രാഷ്ട്രീയ രംഗത്ത് സജീവമാകുന്നത്. കഷ്ടി BA മാത്രം പാടുപെട്ട് പാസ്സായ ഇവർക്ക് ഈ പദവി ലഭിച്ചത് കെ കരുണാകരന്റെ ബീജത്തിൽ നിന്നുമുണ്ടായ വിത്ത് ആയതുകൊണ്ട് മാത്രമാണ്. ആ ലെവലിൽ തന്നെ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി കോൺഗ്രസ് ടിക്കറ്റിൽ മുകുന്ദപുരം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും LDF സ്ഥാനാർത്ഥി ലോനപ്പൻ നമ്പാടനോട് പരാജയപ്പെട്ടു. പിന്നീട് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ തൃശ്ശൂരിൽ നിന്ന് 2016, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചെങ്കിലും 8 നിലയിൽ പൊട്ടിയ മുതലാണ് ഈ പത്മജ വേണുഗോപാൽ. മാത്രമല്ല അവർക്ക് കരുണാകരന്റെ മകൾ എന്ന നിലയിൽ കൊടുത്ത സുപ്രധാന പദവികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2024 KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമാക്കി. 2023 AICC അംഗം. 2021 KPCC നിർവാഹക സമിതി അംഗം. 2020 KPCC വൈസ് പ്രസിഡന്റ് ആക്കി. 2019, 2021 കാലഘട്ടത്തിൽ തൃശൂർ DCC അധ്യക്ഷയുടെ ചുമതല നൽകി. 2018 KPCC ജനറൽ സെക്രട്ടറി ആക്കി. 2004 KPCC അംഗമാക്കി. INTUC ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം, ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ കമ്മിറ്റി അംഗം, പ്രിയദർശിനി ആൻഡ് രാജീവ് ഗാന്ധി സ്റ്റഡി സെന്റർ ഭാരവാഹി, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ഭാരവാഹി, അങ്ങനെ നിരവധി പദവികൾ. ഇത്രയുമൊക്കെ അർഹതയില്ലെങ്കിൽ പോലും കിട്ടിയിട്ട് ഇതൊന്നും പോരാഞ്ഞാണ് ഈ 64-ാം വയസ്സിൽ കാവിയുടുത്ത് പത്മജ പോയത്. മത്സരിക്കുവാൻ നിന്നാൽ ഒരു പഞ്ചായത്ത് മെമ്പർ കൂടിയാകില്ല എന്നറിഞ്ഞ് ഒരു തവണ സുരേഷ് ഗോപിക്ക് കൊടുത്തതുപോലെ രാജ്യസഭാ സീറ്റ് നൽകാം എന്ന ഓഫറിലാണ് പത്മജയുടെ മനസ്സിൽ താമര വിരിഞ്ഞത്. ആള് കരുണാകരന്റെ വിത്താണെങ്കിലും കോൺഗ്രസിൽ നിന്നിരുന്ന കാലം പോലും രാഷ്ട്രീയ കേരളം ഈ വിത്തിനെ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. പിന്നല്ലേ കുലംകുത്തിയായി 64-ാമത്തെ വയസ്സിൽ പുട്ടിയും പെയിന്റും അടിച്ച് മുല്ലപ്പൂവും വെച്ചിറങ്ങിയാൽ BJPയുടെ കൂട്ടിൽ ചെന്ന് കയറിയാൽ ജനം അംഗീകരിക്കുമോ? ഇല്ല എന്ന് മാത്രമല്ല, തൃശ്ശൂരിൽ ഇത് സിനിമാക്കാരൻ സുരേഷിനെ ഗോപി വരപ്പിക്കുകയും ചെയ്യും. വെയിലടിച്ചാൽ നെയ്യുരുകാൻ സാധ്യതയുള്ളതിനാൽ പത്മജ അമ്മച്ചി ഫീൽഡിൽ ഇറങ്ങിയുള്ള സാഹസത്തിന് മുതിരുമോ എന്നറിയില്ല. ഇറങ്ങിയാൽ ഗോപിയേട്ടാ നിങ്ങളുടെ കാര്യം പോക്കാം. അണ്ണ അപ്പോ പൂവും മലരും ഒക്കെ വിതറി കൊണ്ടുപോയത് 3G ആകുമോ എന്ന് ചോദിക്കുന്നു. സംശയമുണ്ടോ? ഈ 60 മോഡൽ തപ്പിപ്പിടിച്ച് BJPക്ക് കൊണ്ട കൊടുത്തത് ബെഹ്റ തന്നെയാണെന്ന് കെ മുരളീധരൻ ഇന്നൊരു വാർത്താ ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞു. അപ്പോൾ കോൺഗ്രസ്സുകാർ നന്ദി പറയേണ്ടുന്നത് ആ മൂന്നാൻ ബെഹ്റച്ചേട്ടനോടാണ്. പത്മജ കോൺഗ്രസ്സുകാരിയായി അവരുടെ വീട്ടിൽ കപ്പലണ്ടി കുറച്ചുകൊണ്ടിരുന്നാൽ ഈ പ്രയോജനം ഉണ്ടാകുമായിരുന്നു. സുധാകരനും ചുണ്ണിക്കുട്ടനും പരമാവധി ജനങ്ങളെ മത്സരിച്ച് വെറുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസിന് രക്ഷപ്പെടുവാൻ കിട്ടിയ ഒരു കച്ചിത്തുരുമ്പാണ് ഈ പത്മജ. ഇതിൽ പിടിച്ചു കയറി രക്ഷപ്പെടാൻ നോക്കുക. മുരളീധര, നിങ്ങളുടെ പെങ്ങള് മുത്താണ് മുത്ത്. അവരെ യാതൊരു കാരണവശാലും വിഷമിപ്പിക്കരുത്. വേഗം കളത്തിലിറങ്ങാൻ പറ. വേഗം. നീയൊന്നും എന്നെ തൃശ്ശൂരിനെടുക്കാൻ സമ്മതിക്കത്തില്ലടാ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.